ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് SMS ആണ്. അപ്പോൾ SMS ആയിട്ട് ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഗൈസ്, SMS ആയിട്ട് ഇവിടെ അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ SMS-ൻ്റെ ഇത് അനുബന്ധിച്ച് നമ്മൾ പരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യമായി നമ്മളിപ്പോൾ വീട് വൃത്തിയാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം നമ്മളെ ഈ ഒരു വശത്തുള്ള ജനാല ഓരോന്നായിട്ട് തുടച്ച് തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഓരോരോ ജനാല അതിൻ്റെ ഡോറ് ഞാൻ അതിൻ്റെ പുറത്തും അകത്തും നല്ല രീതിയിൽ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഗൈസ്, ഉള്ളിൽ കുറച്ച് മാറാലം ഉണ്ട്. അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ജനല മാത്രമല്ല ഗൈസ്, നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള എല്ലാ ജനലും ഞാൻ നല്ല രീതിയിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജനൽ മാത്രം ഞാൻ വൃത്തിയാക്കുന്നില്ല, അത് ചേട്ടൻ്റെ ഒരു മുന്നത്തെ ജനൽ ആണ്. അത് ഒഴിച്ച് ബാക്കി എല്ലാ ജനാലും ഞാൻ നല്ല രീതിയിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു മുന്നത്തെ ജനല ചേട്ടൻ തന്നെ വൃത്തിയാക്കും. ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ജനാല ചിലപ്പോൾ ചിങ്ങി പോകും. അപ്പോൾ ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓരോ ജനാല ഡോറും ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ തുടച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ എന്തൊക്കെ ഞാൻ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ജനാലയുടെ ഡോറ് അതിൻ്റെ പുറത്തും ഞാനിപ്പോൾ തുടച്ചുകൊണ്ടിരുന്ന ജനാലയുടെ ചില്ല് അതിൻ്റെ പുറത്താണ് ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിലും നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയാക്കണം, എന്നാലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കൂ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ട്. അപ്പം അതിനിടയിൽ നമ്മുടെ ചെറിയൊരു കുഞ്ഞി പൂച്ച നമ്മുടെ വീടുകളുടെ നമ്മൾ പണി ചെയ്യുന്ന ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ പണി ചെയ്തൊരു സമയത്ത് എൻ്റെ അടുത്ത് ചെറിയൊരു പൂച്ചക്കുട്ടി നമ്മുടെ സ്വന്തം നമ്മുടെ വീട്ടിലുള്ള വളർത്തുന്ന നമ്മുടെ സ്വന്തം പൂച്ചക്കുട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ബാക്കി ഇങ്ങനെ ജനല തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും ഞാൻ ഓരോ സൈഡ് ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഫിനിഷിംഗ് ആയി. ഇപ്പോൾ മറ്റൊരു ജനാല അവിടെ ഉണ്ട് പണി. നമുക്ക് അടുത്ത ജനാല അവിടെ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ഒരു ജനാല നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജനാല തുടച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത ജനാല തുടയ്ക്കാൻ. അപ്പോൾ നമ്മളത് ഓരോന്നായിട്ട് ഭംഗിയായിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം. നമ്മൾ വീടിന് മുമ്പിൽ നക്ഷത്രങ്ങളൊക്കെ തൂക്കി
ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ആദ്യത്തെ സ്ക്രീനിൽ കാണുന്ന നക്ഷത്രം, ആദ്യത്തെ നക്ഷത്രത്തിൻ്റെ താഴെ നമ്മുടെ പൂച്ചക്കുട്ടി ഇങ്ങനെ കിടക്കാണ്. പൂച്ചമ്മയാണ് ആദ്യത്തെ നക്ഷത്രത്തിൻ്റെ താഴെ കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പൂച്ചമ്മയുടെ കുട്ടിയാണ്. അപ്പോൾ പൂച്ചമ്മയുടെ കൂടെ പൂച്ചക്കുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അമ്മയുടെ സ്നേഹമുള്ള ആ ഒരു പൂച്ചക്കുട്ടിയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും പണിശാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ ഫിനിഷിങ് ആയിട്ടില്ല. പിന്നെ മാറാല കാണുന്ന ഇടത്ത് നമ്മൾ മാറാല നല്ല രീതിയിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എവിടെയൊക്കെ മാറാല കാണുന്നു അവിടെയൊക്കെ ഞാൻ മാറാല എന്ത് ചെയ്യും, നീക്കം ചെയ്യും എന്ന് പറഞ്ഞാൽ റിമൂവ് ആക്കും, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഞാനിപ്പോൾ ഇങ്ങനെ തുണി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തൊക്കെ പറയുന്നു. ഇപ്പോൾ ഞാൻ വോയിസ് ഡബ് ചെയ്തത് അതിന് കാരണം നമ്മൾ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർ സംസാരിച്ചു. അത് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു ഡബ് ഞാൻ ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ സ്റ്റെപ്പായിട്ട്. ഓക്കെ, രണ്ടാമത്തെ ജനാല നമ്മൾ വൃത്തിയാക്കാൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെയും നേരത്തെ ചെയ്തതുപോലെ നമ്മൾ മാറാലൊക്കെ നല്ല രീതിയിൽ തട്ടി ഇങ്ങനെ റിമൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുന്നു, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ക്രിസ്മസിൻ്റെ ഇത് അനുബന്ധിച്ച് നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ പറഞ്ഞതുപോലെ പുല്ലിൻ്റെ ഇടയിൽ നമ്മുടെ പൂച്ചമ്മയും പൂച്ചക്കുട്ടിയും എന്ത് ചെയ്യുക, ക്രിസ്മസിൻ്റെ ഇത് അനുബന്ധിച്ച് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയിൽ. നല്ല രസമുണ്ടല്ലേ ഗൈസ്, ഈ പൂച്ചമ്മയും പൂച്ചക്കുട്ടികളും ഒക്കെ കളിക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. അതിനിടയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ വ്ളോഗ് ചെയ്യുന്ന മുമ്പ് ഒരുവിധ വർക്കൊക്കെ ഞാൻ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് ഒരുവിധം. ഇനിയിപ്പോൾ ഈ തുടർ കഴിഞ്ഞാൽ എക്സ്പ്രസിൻ്റെ കൂട് പിന്നെ ട്രീ ഒക്കെ വെക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വ്ളോഗ് ചെയ്യാം. കൂടിൻ്റെ പണികളും ട്രീയുടെ പണികളും ഒക്കെ ഉണ്ട്. ട്രീയുടെ അവിടെ അലങ്കാരങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. സമ്മാനപ്പെട്ടികളും സമ്മാനപരമായ ഓരോ കാര്യങ്ങളൊക്കെ ട്രീമ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ട്രീ ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം കൂടുന്ന റെഡിമെയ്ഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടു. അപ്പോൾ അത് ഓരോന്നായിട്ട് ഓരോ സമ്മാനമായിട്ട്
ഇങ്ങനെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യണം. പിന്നെ രൂപം വെക്കണം. അതിന് ശേഷം ഞാനിപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഓർമ്മയായിട്ട്. അടുത്ത ജനാല ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി നമ്മളെ തുടക്കേൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിച്ച്. ഇനി കുറച്ചൊരു വീഡിയോ ഞാൻ സ്വന്തമായി ഞാൻ ഉണ്ടാക്കി വെച്ച ട്രൈപോഡിൽ ഞാൻ ഫോൺ കണക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചതും പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചതുമായിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ ഞാൻ പിന്നെ SMS ആയിട്ട് അനുബന്ധിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്തത് എന്ന് ഞാൻ മൂവ് ചെയ്ത് കാണിക്കാം. ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരുവിധം ഞാൻ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജനാലയുടെ ഡോറും ഒക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഗൈസ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയിൽ പൂച്ചകളുടെ ഇടയിൽ വന്ന് പൂച്ചമ്മയുടെ മോളാണോ തോന്നുന്നു ഇടയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ട്രൈപോഡ് എടുക്കുകയാണ്. അപ്പോൾ അതിന് മൊബൈൽ ഫോണും ഞാൻ കണക്ട് ചെയ്ത് വെച്ച്. അപ്പോൾ ഞാൻ വൃത്തിയാക്കി വെച്ചതും പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചതുമായിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ച് തരാനായിട്ട് പോവാണ് ഗൈസ്. ഇങ്ങനെ കാണിച്ച് തരാനായിട്ട് പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം. ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ ട്രൈപോഡാണ്. അതിൽ മൊബൈൽ ഫോൺ ഞാൻ നല്ല രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് കാണിക്കാം. ഇത് ഞാൻ നല്ല രീതിയിൽ വൃത്തിയാക്കി. അപ്പോൾ ഗൈസ് പൂച്ചക്കുട്ടികൾ ഇങ്ങനെ ആയിട്ട് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടിട്ട് അവർ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഉല്ലാസമാണ്. അപ്പം നമ്മൾ അവരോട് ഒരു വിഷയാണ് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ച് ഇങ്ങോട്ട് വിഷ് ചെയ്ത് പിന്നെ ഒന്നുകൂടി പറയാണ്. ഒന്നുകൂടി വിഷയാണ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് വിഷ് ചെയ്തു. അപ്പോൾ ഗൈസ് കണ്ടോ നക്ഷത്രം ഞാനും എൻ്റെ ചേട്ടനും ചേർന്ന് തൂക്കിയ നക്ഷത്രമാണ് ഗൈസ്. ഇതാണ് കോണിപ്പൊടി. കണ്ടോ കോണിപ്പൊടി. ഇപ്പോൾ നമ്മൾ ഇത്രയും കൂടിയും മാറാനും പിന്നെ ഇതൊക്കെ നല്ല രീതിയിൽ തുടയ്ക്കാനും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫിനിഷ് ചെയ്യാനായിട്ട് പോവാണ് ഗൈസ്. എവിടെയൊക്കെ മാറാനും ഞാൻ കാണുന്നു അവിടെയൊക്കെ നല്ല രീതിയിൽ ഞാൻ വൃത്തിയാക്കും.
മാറാലൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യും. മാറാൽ കാണുമ്പോൾ എനിക്ക് വെറുപ്പാണ്, ഇഷ്ടമല്ല സംഭവം. അതൊക്കെ ഞാൻ നല്ല രീതിയിൽ വൃത്തിയാക്കും. അപ്പോൾ നമ്മൾ ഓരോ സൈഡ് നല്ല രീതിയിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ കാലുകൾ കാണുന്നില്ലേ? എൻ്റെ അടുത്ത് ഒരു പൂച്ച വന്നിരിക്കുന്നത് കാണുന്നില്ലേ ഗൈസ്? പൂച്ചതെ സ്റ്റെപ്പും കയറി ഇങ്ങനെ എറാനെ പിടിക്കാനായിട്ട് പോവാണ്. എറാൻ അവിടെ മണത്ത് നോക്കുന്നു, അങ്ങോട്ട് പോയി. അപ്പോൾ ഗൈസ് നമ്മൾ ട്രൈപോഡ് പതുക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നീക്കാൻ പോകുന്നുള്ളൂ. നീക്കിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഇവിടുത്തെ ഏണി ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഇവിടുത്തെ കോണി. അപ്പോൾ ഗൈസ് കോണി ഇപ്പോൾ നല്ല രീതിയിൽ തകരാറിലാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ ഞാൻ കൈവച്ച ഭാഗത്ത് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്, ഫുള്ളായിട്ട് അടർന്നു. ഇപ്പം കൈവച്ച ഭാഗത്ത് ഒരു നിൽക്കുന്ന ഭാഗം അത് നല്ല രീതിയിൽ ഉണ്ടാക്കാണ്. അപ്പോൾ ഉണ്ടാക്കാൻ ഞാൻ എന്ത് ചെയ്തു, കാലെടുത്തിട്ട് തലങ്ങും വിലങ്ങും നല്ല രീതിയിൽ ടൈറ്റിലാക്കിയിട്ട് എന്ത് ചെയ്തു, ടൈറ്റാക്കിയിട്ട് നല്ല രീതിയിൽ വലിച്ച് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കെട്ടി തലങ്ങ വിലങ്ങൊക്കെ ഇങ്ങനെ ഒരു രീതിയിൽ കെട്ടി വെച്ച്. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ വെച്ചത് ഞാൻ എൻ്റെ ചേട്ടനും ആണ് ഗൈസ്. എൻ്റെ ഹെൽപ്പും ചേട്ടൻ്റെ ഹെൽപ്പും ഉണ്ടായപ്പോൾ ഇങ്ങനൊരു സംഭവത്തിലേക്ക് ഞങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്തു, തലങ്ങും വിലങ്ങും ചുറ്റി വലിച്ച് നല്ല ടൈറ്റിലാക്കി ഞങ്ങൾ നല്ല രീതിയിൽ കെട്ടി വെച്ച്. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ ചാരി വെച്ചേക്കാണ്. ഇനി ആവശ്യമൊക്കെ ഉണ്ട് ഗൈസ്, ആവശ്യം വന്ന ഏണി ഞങ്ങൾ എടുക്കും. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങൾ തയ്യാറാക്കി വെച്ച പുൽക്കൂടും. അതിൻ്റെ പിറകിൽ നമ്മൾ നല്ല രീതിയിൽ ട്രീ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. ആദ്യം നിങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പുൽക്കൂടാണ് ഗൈസ്. ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വാങ്ങിച്ച പുൽക്കൂട്. ഇതാണ് ട്രീ ഗൈസ്. ട്രീയും ഇതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചതാണ് ഗൈസ്. പുൽക്കൂടും കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചതാണ് ഗൈസ്. ഇത് പാഴ്സായിട്ടാണ് ഗൈസ് കൂട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഗൈസ് ഈ ഒരു കൂട് പാഴ്സ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കഴിഞ്ഞ കൊല്ലം ആണ് നമ്മൾ ഇങ്ങനൊരു കൂട്
വാങ്ങിച്ചത്. അത് വാങ്ങിച്ചപ്പോൾ പാഴ്സ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനൊരു കൂട് നമ്മൾ സെറ്റാക്കി എടുത്ത്. ആ സെറ്റിങ്സ് തന്നെ ഉണ്ടാവും അങ്ങനെയൊക്കെ വെക്കേണ്ടത് എന്ന്. അപ്പോൾ അതിൽ കാണിച്ച് തന്നിരിക്കുന്നത് പോലെ എന്ത് ചെയ്യുക, ഓരോരോ കഷ്ണങ്ങൾ എടുത്തിട്ട് അതിന് മീതെ ഇങ്ങനെ ഒട്ടിക്കാനുള്ളതും വെക്കാനുള്ളതും ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇങ്ങനൊരു കൂട് നമ്മുടെ കയ്യിലേക്ക് സെറ്റായി കിട്ടും. അപ്പോൾ ഇതാണ് ട്രീ ഗൈസ്. ട്രീ എങ്ങനെയുണ്ട്? പിന്നെ ഗൈസ് ചെറിയൊരു അപ്ഡേറ്റും കൂടി. അപ്പോൾ ഗൈസ് ഇതാണ് പാപ്പയുടെ മുഖമുടി. അപ്പോൾ പാപ്പയുടെ മുഖമുടി ഇതെങ്ങനെയാണ് ഇങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചത് എന്ന് ഞാൻ പറയാം. പക്ഷേ ഗൈസ് ഞാൻ ഇങ്ങനെ ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഞാൻ അത് തീരുമാനിച്ചത്. അത് ട്രീയുടെ അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അത് തീരുമാനിച്ചത്. പക്ഷേ എൻ്റെ ചേട്ടൻ പറഞ്ഞു, ഈ ട്രീയുടെ അവിടെ വയ്ക്കുമ്പോൾ ഭംഗിയില്ല തിജയെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ വേറൊരു ആശയം തോന്നി. ആശയം, നമ്മളെ വീടിന് മുമ്പിൽ ഒരു ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീതെ എന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഈ പാപ്പയുടെ മുഖംമുടി ആ ബൾബിന് മീതെ ഒന്ന് വെക്കാനായിട്ട് കടത്തി വെക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ചേട്ടനും ആ ഒരു പാപ്പയുടെ മുഖംമുടി ബൾബിൻ്റെ മീതെ കടത്തി നല്ല രീതിയിൽ സെറ്റാക്കി വെച്ച്. ഗൈസ് ഇതാണ് ഇതാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെച്ച ട്രീയും ആൻഡ് പുൽക്കൂട് എന്ന് പറയാൻ പറ്റില്ല, പുല്ലൊന്നും സെറ്റായിട്ട് വെച്ചിട്ടില്ല. കൂട് മാത്രമായിട്ടാണ് സെറ്റായിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ ട്രീയും കൂടും എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിനൊന്ന് ടൈപ്പ് ചെയ്ത് വിടുക. അപ്പോൾ ഗൈസ് നമുക്ക് ഐ ഗോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സമയത്ത് വരാം. അതുവരെ ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾ സമാധാനത്തോടും സ്നേഹത്തോടും ദുഃഖത്തോടും സന്തോഷത്തോടും കൂടി ഇരുന്ന് കേട്ടതിനും ഇരുന്ന് കണ്ടതിനുമായി എൻ്റെ എല്ലാ സഹോദരന്മാർക്കും എൻ്റെ എല്ലാ സഹോദരിമാർക്കും എൻ്റെ ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്.